പുരോഗമിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. EVM മെഷീനുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. 19 റൗണ്ട് ആണ് വോട്ടെണ്ണൽ നടക്കുക. വഴിക്കടവാണ് ആദ്യം എണ്ണുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധയിലേക്ക് വരണം. പക്ഷേ ഈ എണ്ണിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേഷനായി തരുമ്പോൾ തന്നെ താഴെ ടാലിയിൽ എന്തുകൊണ്ട് പ്രതിഫലിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ എണ്ണിക്കഴിഞ്ഞ് ഔദ്യോഗികമായി പുറത്തു വരുന്ന കണക്കുകളാണ് താഴെ എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റൽ വോട്ടിൻ്റെ ലീഡ് ആണ് താഴെ കാണുന്നത്. ഓരോരുത്തരും എത്ര വോട്ടുകൾ നേടുന്നു എന്നുള്ളതാണ് നമ്മൾ ടാലിയിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് മുന്നിലെ പട്ടികയായി വരിക. അതേസമയം അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും ഏതൊക്കെ റൗണ്ടുകൾ എവിടെയൊക്കെ എണ്ണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 780 വോട്ടുകൾ ആര്യടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നു. 400 വോട്ടുകൾ M സ്വരാജിൻ്റെ പെട്ടിയിൽ വീണിരിക്കുന്നു. 26 വോട്ടുകളാണ് PV അൻവർ. ഒപ്പം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് 20 വോട്ടുകളും നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് പോസ്റ്റൽ വോട്ടിൻ്റെ കൂടി കണക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ്. അതേസമയം EVM മെഷീനുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. വഴിക്കടവ് PV അൻവറിന് ഏറെ സ്വാധീനമുള്ള വഴിക്കടവ് എണ്ണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ശിവദാസ് കർമ്മൻ ചേരുന്നതിൻ്റെ വിവരങ്ങളുമായി. ശിവദാസ്, ഈ വഴിക്കടവ് വലിയ പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ്. അവിടെയാണ് എണ്ണി തുടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, അല്പസമയം മുൻപാണ് EVM മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നത്. ആദ്യ റൗണ്ട് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. 524 വോട്ടുകൾക്കാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുൻപ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയിരുന്നു. ഏകദേശം 10 മിനിറ്റ് എടുത്താണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയിരിക്കുന്നത്. കൃത്യം 8 മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഏകദേശം 8:05 കൂടിയാണ് വോട്ടുകൾ എണ്ണാൻ ആരംഭിച്ചത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണാൻ ആരംഭിച്ചത്. ആദ്യ റൗണ്ടുകൾ എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ്. നിലവിൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഇവിടെ സ്വാഭാവികമായും UDFന് അല്പം അപ്രമാദിത്വവും മേൽക്കൈയും ഉള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്, ഗ്രാമപഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടുകളിൽ ഈ പഞ്ചായത്തുകളിൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ഇവിടെ 524 വോട്ടുകൾക്ക് ഇപ്പോൾ നിലവിൽ ആര്യടൻ ഷൗക്കത്ത് മുന്നിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ തന്നെ ഇടത് സ്ഥാനാർത്ഥിയും PV അൻവറും NDA സ്ഥാനാർത്ഥിയും എല്ലാം തന്നെ മോശമല്ലാത്ത വോട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം മറ്റ് റൗണ്ടുകൾ കൂടി ഇപ്പോൾ എണ്ണാൻ ആരംഭിച്ചു. ആദ്യ റൗണ്ടുകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് ഇപ്പോൾ എണ്ണാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏകദേശം ഒരു 10-15 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു ട്രെൻഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം നമുക്ക് ആദ്യ റൗണ്ടുകളെല്ലാം തന്നെ എണ്ണുന്നത് വഴിക്കടവ്, മൂത്തേടം, എടക്കര പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് ആദ്യ റൗണ്ടുകളിൽ എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുകളിൽ നിലവിൽ ഭരിക്കുന്നത് UDF ആണ്. ആര്യടൻ ഷൗക്കത്തിന് മേധാവിത്വമുള്ള ഒരു പഞ്ചായത്തുകളാണ്. അതിനുശേഷമുള്ള പഞ്ചായത്തുകളാണ് പോത്തുകല്ലം, അമരമലവും നിലമ്പൂർ നഗരസഭ അടക്കമുള്ള പഞ്ചായത്തുകൾ അതിനുശേഷമാണ് എണ്ണുക. അവിടെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നമുക്ക് കൃത്യമായി ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാലും അതിൻ്റെ ഭൂരിപക്ഷം കണക്കാക്കി നമുക്ക് കൃത്യമായി ഇത് ആരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ UDF സ്ഥാനാർത്ഥിയാണ് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വീണ, അതേസമയം ഈ വഴിക്കടവ് പഞ്ചായത്തിന്റെ പ്രത്യേകത, ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആദ്യ റൗണ്ടിലെ വഴിക്കടവ് പഞ്ചായത്താണല്ലോ ശിവദാസ്, അതിന്റെ പ്രത്യേകത? നിലമ്പൂർ നിയമസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത്. പക്ഷേ ഈ ഒരു ഏറ്റവും പോളിംഗ് ശതമാനം കുറഞ്ഞ ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് അമരമലം പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഒരു പഞ്ചായത്താണ്. പക്ഷേ മറുഭാഗത്ത് UDFന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത്. കൂടുതൽ ജനങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. അതായത് കൂടുതൽ ചെയ്യപ്പെടേണ്ട ഒരു പഞ്ചായത്താണ്. പക്ഷേ അവിടെ പോളിംഗ് വളരെ കുറവാണ്, ശതമാനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് UDFനെ എത്രത്തോളം സ്വാധീനിക്കും അല്ലെങ്കിൽ അവരെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ആദ്യഘട്ട റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ആദ്യ റൗണ്ട് മാത്രമാണ് എണ്ണിത്തീർന്നിരിക്കുന്നത്. 524 വോട്ടുകൾക്കാണ് ഇപ്പോൾ നിലവിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ മുന്നിലായിരിക്കുന്നത്. ഓക്കെ, ഞാൻ ശിവദാസിലേക്ക് തിരിച്ചു വരാം. ഗൂഗിൾ ഇപ്പോൾ കാണുന്ന ഈ ലീഡ് നില ഇത് നമുക്ക് ആദ്യഘട്ടത്തിലാണെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു നിഗമനങ്ങളിലേക്കൊന്നും എത്താൻ ഇപ്പോൾ കഴിയുകയുമില്ല. പക്ഷേ നമുക്ക് NDA സ്ഥാനാർത്ഥിക്ക്, നമുക്ക് എന്നുള്ളത് വിട്ട് NDA സ്ഥാനാർത്ഥി താങ്കളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ
പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ ഇത്തവണ വലിയ പോളിംഗ് ശതമാനമാണ്. അതിൽ തന്നെ സ്ത്രീ വോട്ടുകൾ കൂടുതലായി വീണിട്ടുണ്ട്. സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് ഒരു വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുകയില്ല. അതേസമയം 3000-ൽ പരം കന്നി വോട്ടർമാർ പോൾ ചെയ്തിട്ടുണ്ട്. ഈ വോട്ടുകളെല്ലാം തന്നെ ഏതൊക്കെ തരത്തിൽ അനുകൂലമാകും എന്ന ഒരു കണക്ക് കൂടിയുണ്ടോ? അവർക്ക് ശക്തിയുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ. ഇവിടെ 2019 കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി